അപ്പം കൊച്ചിയിലാണ് ഉള്ളത്. അന്ന് ആ 160 ഐറ്റംസ് എല്ലാം ഉള്ള തൃശ്ശൂരിലെ കല്യാണത്തിന് കയറിയിട്ട് നല്ലപോലെ വെട്ടി വിഴുങ്ങിയിട്ട് വണ്ടി നേരെ വിട്ടത് എറണാകുളത്തോട്ടായിരുന്നു കേട്ടോ. താമസിച്ചത് എറണാകുളം MG റോഡിലെ അബാദ് പ്ലാസയിലാണ്. ഇനി ഏതാ റൂമെന്ന് ചോദിക്കുകയാണെങ്കിൽ 511 നമ്പർ റൂമാണ്. അപ്പോൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്ത് റൂമെല്ലാം ബാഗിൽ വെച്ച്, അല്ല, ബാഗെല്ലാം റൂമിൽ വെച്ച് ഇതാണ് എൻ്റെ റൂം. റീസെൻ്റായിട്ട് ഞാൻ എറണാകുളം വരുന്ന സമയത്തൊക്കെ ഇവിടെയാണ് താമസിക്കാറ്. എനിക്ക് റേറ്റ് കുറച്ച് റീസണബിളായിട്ട് തോന്നി. പിന്നെ റൂം നല്ല നീറ്റാണ്. 2 കിടക്കയുള്ളത് നോക്കണ്ട, എപ്പോഴും ഉള്ള പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ കിടക്കാൻ. ഇനി ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. അപ്പോൾ 160 ഐറ്റംസിൻ്റെ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ച് പിന്നെ ഒരു കുളിയും പാസ്സാക്കിയിട്ട് പോയി കിടന്ന് നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് ബ്രഷും ചെയ്തിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങോട്ട് പോയേ. അപ്പം ഡിസംബർ 30-ാം തീയതിയായിരുന്നു ഞാനിവിടെ ചെക്ക് ഇൻ ചെയ്തത്. ഇത് ഡിസംബർ 31-ാം തീയതിയാണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് കേട്ടോ. അതായത് ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ല എന്നാണ് അതിൻ്റെ ഒരു സാരാംശം. അപ്പോൾ ഞാനിവിടുന്ന് വളരെ ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതിന് എനിക്കൊരു പ്രത്യേക നല്ല ഒരു ദുരുദ്ദേശം കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. അതെന്താണെന്ന് വഴിയേ മനസ്സിലാവും. അപ്പോൾ ഞാനിടുന്ന് ആദ്യം തന്നെ കഴിച്ചത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ 2 സ്റ്റീംഡ് ബനാന, അതായത് പുഴുങ്ങിയ പഴം കഴിച്ചു, പിന്നെ അപ്പം കഴിച്ചു, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂ കഴിച്ചു, പിന്നെ ബ്രെഡും ഓംലേറ്റും കഴിച്ചു. ഓംലേറ്റ് സിംഗിളായിരുന്നു. അതിന് ശേഷം ഒരു സിംഗിൾ ബുൾസൈയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം എൻ്റെ മുന്നിൽ ഒരു ഗ്ലാസ് മധുരമിട കാപ്പി ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ബുൾസൈ ഉണ്ട്, പിന്നെ ബട്ടറെല്ലാം തേച്ച് പിടിപ്പിച്ച നല്ലോണം ടോസ്റ്റ് ചെയ്ത ബ്രെഡും ഉണ്ട്. ഇനി ആ മഞ്ഞയും വെള്ളയും കൂടെ ചേർത്ത് അങ്ങോട്ട് മുറിച്ചിട്ട് അത് ഈ ബ്രെഡിൻ്റെ മൂലക്ക് അങ്ങനെ അങ്ങോട്ട് വെച്ച്, മഞ്ഞ ആക്കിയത് കുറഞ്ഞു പോയി എന്ന് തോന്നിയോണ്ട് ലേശം മഞ്ഞ വീണ്ടും ആക്കിയിട്ട് ആ സ്പൂണവിടെ വെച്ചിട്ട് ആ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചേ. അതിന് ശേഷം ഒരു ചെറിയ ബൗളിൽ നല്ല ചൂട് പാലിൽ ലേശം തേനും ഒഴിച്ചിട്ട് വീറ്റ് ഫ്ലേക്സ് ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ച്. എന്നിട്ട് റൂമിൽ പോയി ഫ്രഷായിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ നേരെ ഒരു സ്പോട്ടിൽ ലേശം ഫുഡ് അടിക്കാൻ പോകുന്നതാണേ. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇതൊരു പുതിയ റെസ്റ്റോറൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. അതായത് റിനോവേഷനെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ആയതാണ്. അപ്പോൾ ഈടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് നല്ലോണം ദാഹിച്ചു പോയി. അതുകൊണ്ട് കയ്യോടെ ഒരു ഗ്ലാസ് നല്ല തണുത്ത വിത്തൗട്ട് വാട്ടർമെലോൺ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് അങ്ങോട്ട് കയ്യോടെ ഓർഡർ ചെയ്തേ. അനക്ക് ഇടുന്ന് പെട്ടെന്ന് പോകേണ്ട കാര്യമുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് സ്ഥലം ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ ഞാനിവിടെ പോയിട്ടുള്ളത് ഡിസംബർ 31-നും, അതായത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ന്യൂ ഇയർ സെലിബ്രേഷനോട് കണക്റ്റഡ് ആയിട്ട് ഫോർട്ട് കൊച്ചി ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പം പുറത്തുനിന്നുള്ള വാഹനങ്ങൾ അകത്തോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് വേഗം എസ്കേപ്പ് ആവണം. എന്നാൽ പിന്നെ ഞാൻ കൈയോടെ അങ്ങോട്ട് തുടങ്ങുവാണ്. ആദ്യം തന്നെ ഈ പ്രോൺസ് കോക്ടെയിൽ അങ്ങോട്ട് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ഇതിൻ്റെ പ്ലേറ്റിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്രോൺസും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മാരിറോ സോസാണെന്ന്, അതും കൂടെ ചേർത്തെടുത്ത് അങ്ങോട്ട് കഴിച്ച് നോക്കി. അതിന് ശേഷം കോക്ടെയിൽ ഗ്ലാസിൻ്റെ സൈഡിൽ ഇറക്കി വെച്ചിട്ടുള്ള പ്രോൺസ് എടുത്തിട്ടും കഴിച്ചു. പിന്നെ ഭംഗിക്ക് വെച്ചിട്ടെല്ലാം മുട്ട എടുത്തിട്ടും കഴിച്ചു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു തനി നാടൻ ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ വെള്ളയപ്പത്തിലോട്ടേക്ക് അങ്ങോട്ട് കൈവച്ചേ. വെള്ളയപ്പത്തിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഇവിടെ ഉള്ളത് കൊഞ്ചാണ്. വെറും കൊഞ്ചല്ല, പാൽ കൊഞ്ച. ഇവിടുത്തെ വെള്ളയപ്പം ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണെന്നൊക്കെയാണ് ഇവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഐറ്റം ഓർഡർ ചെയ്തതും. പക്ഷേ ആദ്യം ഓർഡർ ചെയ്തുകൊണ്ട് വെള്ളയപ്പം ലേശം ഒന്ന് തണുത്ത് പോയി. പക്ഷേ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ടെക്സ്ചറും പിന്നെ ആരെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി പാൽക്കൊഞ്ചുണ്ടല്ലോ, ഇത് ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. ആ 3 വെള്ളയപ്പവും 5 മിനിറ്റ് കൊണ്ട് ഈ പാൽക്കൊഞ്ചും കൂടെ ചേർത്ത് നക്കി തുടച്ചിട്ട് ഞാൻ അങ്ങോട്ട് കാലിയാക്കിയ ശേഷം പതുക്കെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ. 400 രൂപയും ടാക്സും ആയിരുന്നു ആ വെള്ളയപ്പത്തിൻ്റെയും പാൽക്കൊഞ്ചിൻ്റെയും റേറ്റ്. അതിന് ശേഷം ഈ കത്തീനെ കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് കഴിക്കുന്ന ഈ സാധനമാണ് ചിക്കൻ സ്റ്റേക്ക്. ഇതിലുണ്ടായിരുന്നത് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടേനും, പിന്നെ ഒരു പോർഷൻ വെജീസ് ഉണ്ടേനും, പിന്നെ ഒരു പോർഷൻ മാഷ് പൊട്ടേറ്റോ ഉണ്ടേനും, പിന്നെ പേർപ്പിൾ ക്യാബേജും ഉണ്ട് കേട്ടോ ആ സൈഡിൽ. അപ്പോൾ ഈ മാഷ് പൊട്ടേറ്റോ ലേശം ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണങ്ങോട്ട് പൂട്ടിയിട്ട് പതുക്കെ അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ ഇഷ്ടംപോലെ മഷ്റൂംസിൻ്റെ പീസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സോസിൻ്റെ ഫ്ലേവർ ചിക്കൻ ബ്രസ്റ്റിലോട്ട് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇനി ഞാനിത് വലിയ പ്രതീക്ഷയില്ലാണ്ട് ഇവിടുന്ന് ഓർഡർ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. പിന്നെ ആകെ തോന്നിയ ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷ് പൊട്ടേറ്റോൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് വളരെ കുറവായിരുന്നു. പിന്നെ ബ്രൊക്കോളി ഒരു 3 പീസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ. ഈ പേർപ്പിൾ ക്യാബേജെല്ലാം ഉഷാറിനെ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ പതുക്കെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ.
ഇപ്പം നിങ്ങളെന്നാ വിചാരിക്കുന്നുണ്ടാവുമെന്നല്ല എനിക്കറിയാം. ഈ ചങ്ങായി ആ സ്റ്റേക്ക് കംപ്ലീറ്റ്ലി കഴിച്ചിട്ട് ഞാൻ ഉള്ളി നെക്സ്റ്റ് ഐറ്റത്തിലോട്ടേക്ക് കടന്നതെന്നല്ലേ. അതേന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം അത് മുഴുവനായിട്ട് ഞാൻ കഴിച്ചിന് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിച്ച ഈ ഐറ്റമാണ് മാൻഡ്രൈൻ ഫിഷ്. ഈ ഫിഷ് ബാസിയാണ്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലേവർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അനാവശ്യമായിട്ടുള്ളൊരു ചില്ലീൻ്റെ ഒരു പച്ചക്കുത്തൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. 320 രൂപ പ്ലസ് GST ആണ് ആ മീനിൻ്റെ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത്. അതിൽ ആ മസാലേൻ്റെ കുറച്ച് കുത്തലുള്ളതുകൊണ്ട് മസാല ഏറെക്കുറെ ഞാൻ ബാക്കി വെച്ചിന്, പക്ഷേ ആ മീൻ ഏകദേശം മുക്കാലോളം കഴിച്ചിന്. ഇത് ഇവിടുത്തെ ബാർബിക്യൂ ഗ്രിൽഡ് ചിക്കൻ സ്ട്രിപ്സ്. ഇതിലൊരു പോർഷൻ റൈസ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, പിന്നെ ഗ്രിൽഡ് വെജീസും ഉണ്ട്. അപ്പോൾ ആ റൈസും ചിക്കനും വെജീസും കൂടെ ചേർത്ത് കോരിയെടുത്ത് അങ്ങോട്ട് കഴിച്ച് ആ റൈസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മൈൽഡാണ്, പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി ഉണ്ടായില്ലേ. ചിക്കൻ്റെ ഫ്ലേവർ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രോട്ടീൻ ഏത് രൂപത്തിൽ വന്നാലും ഇടം വലം നോക്കാണ്ട് അങ്ങോട്ട് കഴിച്ചാളാണെന്നാണല്ലോ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ബ്രോക്കോളി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. 375 രൂപയാണ് അതിൻ്റെ റേറ്റ്. പിന്നെ ലേശം മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രൗണി വിത്ത് വെനീല ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കഴിച്ചിന്. കാരണം ആദ്യം ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഇത് മെൽട്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അവസാനം കഴിക്കുക ചെയ്തത്. അപ്പം ബ്രൗണി കുറച്ച് നല്ല ഹാർഡേനും ഐസ്ക്രീം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ ഇതൊരു അബാദ് പ്രോപ്പർട്ടി തന്നെയാണ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. എറണാകുളം ഫോർട്ട് കൊച്ചിക്കടുത്ത് ചുള്ളിക്കലാണ്. പേര് കഫേ മട്ടാഞ്ചേരി. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ കാണും കേട്ടോ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്